വനനിയമം ഭേദഗതി കരിനിയമമോ? പുഴയിൽ നിന്നും ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നവൻ ജയിലിലേക്ക്. നാട്ടിലെ പുഴകളെല്ലാം വനംവകുപ്പിന്റെ അധീനതയിലേക്ക്. ബീറ്റ് ഓഫീസർക്ക് സംശയം തോന്നിയാൽ പോലും ആരെയും പിടിക്കാം, ജയിലിലടക്കാം. പോലീസ് സ്റ്റേഷനു പിന്നാലെ ഫോറസ്റ്റ് സ്റ്റേഷനുകളിലും ഒരുങ്ങുന്നു ലോക്കപ്പുകൾ. ഭേദഗതിയിലൂടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് അനിയന്ത്രിത അധികാരം നൽകുന്ന നിയമഭേദഗതിക്കെതിരെ നേതാക്കൾ പ്രതികരിക്കുന്നു. ജനുവരി 4 രാത്രി 7 കണ്ണൂർ വിഷൻ നേർരേഖയിൽ. കരിനിയമം പാസായാൽ കാട്ടുപന്നിയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഒന്നിച്ചു നാട്ടുകാരുടെ മുന്നിൽപ്പെട്ടാൽ അവർ ആദ്യം കൈകാര്യം ചെയ്യുന്നത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയായിരിക്കുമെന്ന് സുധീപ് ജെയിംസ്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അവരുടെ ജോലി കൃത്യമായി ചെയ്യണമെങ്കിൽ മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയുണ്ട്. ആ ആവാസ വ്യവസ്ഥയിൽ സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്, തർക്കമൊന്നുമില്ല. പക്ഷെ അവിടെ സംരക്ഷിക്കേണ്ട ബാധ്യത ആർക്കാണ്? ആ ബാധ്യത ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്കൊണ്ട് അവരത് ഏറ്റെടുക്കണം. അതേസമയത്ത് ഈ മൃഗങ്ങൾ മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥയിലേക്ക് കടന്നു വന്ന് അവനെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുമ്പോൾ മനുഷ്യൻ പ്രതികരിക്കും, സ്വാഭാവികമാണ്. മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എത്രയോ കാലഘട്ടങ്ങളായി നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഉണ്ടാകുന്നത്, ഇനി ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്, ഈ കരിനിയമം ഉണ്ടാകാൻ പോകുന്നത്, മനുഷ്യന്റെ നിലനിൽപ്പിന് വനം സംരക്ഷണം അനിവാര്യമാണെന്നും കരടിലെ ന്യൂനതകൾ പരിഹരിക്കുമെന്നും ബിനോയ് കുര്യൻ. സംസ്ഥാന സർക്കാർ എല്ലാ വകുപ്പുകളിലും ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നുണ്ട്. നിങ്ങൾ ഏത് വകുപ്പെടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇന്ത്യയിലെ എല്ലാ കാര്യത്തിലും ഒന്നാം സ്ഥാനത്തേക്കുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും ഒരു കണക്കെടുത്തിട്ട് ഒന്ന് പറഞ്ഞിട്ട് അതാണ് ശരിയെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാനും കഴിയില്ല. പിന്നെ നിങ്ങൾ കാണുന്നത് ഇപ്പോൾ ഇവിടെ ഈ ഒരു നിയമത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തിനാണ് ഇപ്പോൾ ഇതിങ്ങനെ ഒരു ഭീകര നിയമം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നിയമം കാലാകാലങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. വനസംരക്ഷണത്തിന് കേന്ദ്രം നൽകുന്ന കോടികൾ ചിലവഴിക്കാത്ത സംസ്ഥാനമാണ് കേരളമെന്ന് ജയപ്രകാശ് കൂട്ട. ഈ ശാശ്വതവും സമഗ്രവുമായിട്ടൊരു പദ്ധതി കൊണ്ടുവന്നിട്ട് ഈ മൃഗങ്ങൾക്കുള്ള ആവാസ വ്യവസ്ഥ കൃത്യമാക്കുകയും അതുപോലെ തന്നെ ഈ ഫെൻസിങ് വളരെ കൃത്യമായി നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഒട്ടനവധി പ്രശ്നങ്ങൾ പരിഹാരം കർഷകർക്കൊക്കെ തന്നെ. ഇത് വെച്ച് നീട്ടി എത്ര കാലമായിട്ട് അതിൻ്റെ പേര് പറയുന്നുണ്ട്. അത് നിർമ്മിക്കാൻ വേണ്ടി ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവർ സമരവും നടത്തുന്നു, കാര്യങ്ങളും നടത്തുന്നു. ഭരണകക്ഷി പിന്നെ ഓരോ ഇത് വെച്ചിട്ട് കരാറ് മാറ്റുന്നു. ഇങ്ങനെ ചെയ്തിട്ട് ഇതെന്തിനാ ഞങ്ങളിതെന്ന് എൻ്റെ അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഒന്നും നടന്നിട്ടുമില്ല. കർഷക താൽപ്പര്യങ്ങൾക്ക് ഒരു പ്രാധാന്യവും നൽകാത്ത നിയമം. റോഡിൽ ഇളനീർ വിറ്റ പാവത്തിനെ വരെ അറസ്റ്റ് ചെയ്തവരാണ് വനം വകുപ്പ്. ശീതീകരിച്ച മുറിയിലിരിക്കുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രകൃതി സംരക്ഷണത്തിന് ആദ്യം തങ്ങളുടെ ഓഫീസിലെ AC ഓഫ് ചെയ്ത് മാതൃക കാണിക്കണമെന്ന് ഫാദർ ബെന്നി നിരപ്പേൽ. നമുക്കൊരു ഇന്ത്യൻ്റെ ഭരണഘടന തന്നെ തുടങ്ങുന്നത് വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. പക്ഷേ അവിടെ ഈ ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ നിയമം ഉണ്ടാക്കേണ്ടത്. പക്ഷേ ആ ജനങ്ങൾക്ക് വേണ്ടിയൊരു നിയമം ഇതിൽ കാണുന്നില്ല എന്നുള്ളതാണ് വളരെ വിഷമകരമായ ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങളുള്ളൂ. കൃഷിക്കാരന് വേണ്ടിയിട്ടല്ല, കൃഷിക്കാരന് വേണ്ടിയിട്ടുള്ള നിയമമുണ്ട്. മറിച്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് അമിതമായ അധികാരമുള്ള നിയമങ്ങൾ ഉണ്ടാക്കി. നിർമ്മാണം